ഹലോ, വെൽക്കം ടു സൂപ്പർ ശങ്കുരു റോക്സ്. അങ്ങനെ ശങ്കുരു മോന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും അവനൊരാഗ്രഹം മാൾ ഓഫ് മസ്കറ്റിലും ലുലുവിലും നെസ്റ്റോയിലൊക്കെ ഒന്ന് കറങ്ങണമെന്ന്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാൾ ഓഫ് മസ്കറ്റിലെത്തി. അപ്പോൾ അവിടെ ഒരുപാട് ലൈറ്റ് സെറ്റിങ്സൊക്കെയാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് നടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഞാനും ശങ്കരക്കുട്ടനും കുറേ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മറ്റുള്ളവർ വീഡിയോയിലേക്ക് വരാതിരിക്കാൻ മാക്സിമം നോക്കാറുണ്ട്. പക്ഷെ അത് വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് നമുക്ക് നല്ല നല്ല സീക്വൻസുകൾ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടിരിക്കുമ്പോഴാണ് അവിടെ ആൾക്കാരോ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഹൈഡ് ചെയ്യാറുണ്ട്, എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പലപ്പോഴും പല വീഡിയോസുകളും നമുക്ക് പല ഫ്രെയിമുകൾ നമുക്ക് കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മാൾ ഓഫ് മസ്കറ്റിനകത്ത് കിടന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടും പോകാതെ ഈ വീടിനകത്ത് ഇങ്ങനെ നമ്മുടെ വർക്കുകളും കാര്യങ്ങളും മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മാൾ ഓഫ് മസ്കറ്റ് അതുപോലെ ചെറിയ ചെറിയ പർച്ചേസിങ്ങിനായിട്ടൊക്കെ പോകുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ശങ്കുരിന് ഒരുപാട് സന്തോഷമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ അച്ഛനും മോനും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് പോവാറ്. അവർ നേരത്തെ പ്ലാൻ ചെയ്യും. ഞാൻ ചിലപ്പോൾ സമയമാകുമ്പോഴാണ് അറിയുക. അപ്പോൾ ശങ്കുര് കുറേ ബിസ്ക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വച്ചിരിക്കുകയാണ്. ശരിക്കും ഇവിടെ ഞങ്ങൾ ലുലുവിൽ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നെസ്റ്റോയിൽ നിന്നാണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയത്. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിയുള്ളൂ. ശങ്കുരുക്കുട്ടൻ ഇങ്ങനെ മൊത്തത്തിൽ കറങ്ങി നടക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ ശങ്കുരുവിൻ്റെ ഏതോ ടീച്ചേഴ്സിനെ ഫ്രണ്ട്സിനെയൊക്കെ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് വരിക. പിന്നെ നമ്മൾ എല്ലാവരെയും പോലെ എപ്പോഴും ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കും, തിരിച്ച് വയ്ക്കും. വെറൈറ്റിയുള്ള സാധനങ്ങൾ കാണുമ്പോൾ എടുക്കും. കുറേ കണ്ടെയ്നറുകളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും എടുത്തില്ല. വെറുതെ സാധനങ്ങൾ മേടിച്ച് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നി. ഇതൊക്കെ നമുക്കുള്ളത് തന്നെയാണ്. പക്ഷെ പുതിയ പുതിയ കണ്ടെയ്നേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള സെറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് കാണാനൊരു കൗതുകമാണ്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ കപ്പുകളിരിക്കുന്നു, നല്ല ഭംഗിയുള്ള കപ്പുകൾ. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 4 എടുത്തു. റേറ്റൊക്കെ കുറവാണ് കേട്ടോ. 990 പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഓഫറാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കുന്ന കുറേ ഭംഗിയുള്ള ഐറ്റംസാണ് ഇതൊക്കെ. ഇവിടുത്തെ ആളുകൾ മസ്റ്റായിട്ട് വാങ്ങുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇവരുടെയൊക്കെ വീടിൻ്റെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെയാണ് ഈ ഫ്രൂട്ട്സൊക്കെ വെച്ചേക്കുക. മാക്സിമം മിക്ക ആൾക്കാർ ഇതൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ഏതാണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ വാസ് കണ്ടു. കണ്ണാടിയൊക്കെ വെച്ചിട്ടിരിക്കുന്ന കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഞാൻ വെറുതെ ഇതൊക്കെ വീഡിയോ എടുത്തു. ഞാനിതൊന്നും വാങ്ങിക്കത്തൊന്നുമില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കൂട്ടാറില്ല. കാരണം ഞാനിവിടെ സ്ഥിരമല്ലല്ലോ, എപ്പോഴായാലും തിരിച്ച് നാട്ടിൽ പോകണം. അപ്പോൾ ഇതെല്ലാം വാരി കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കൂട്ടാറില്ല. എല്ലാം കണ്ട് ആസ്വദിച്ചു. കുറേ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് ഞാനും കരുതി. മാക്സിമം ഞാൻ ആരും വരാതെ ഉള്ള രീതിയിലാണ് വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് അല്ലേ. എന്താ ചന്തമെന്നറിയോ, നാട്ടിൽ പോകുമ്പോഴേക്ക് നാട്ടിൽ വെക്കാനായിട്ട് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം. പിന്നെ അടിയിലൊക്കെ നല്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. 1 റിയാൽ 100 പൈസ അങ്ങനെയൊക്കെ. ഒത്തിരി വിലയൊന്നുമില്ല കേട്ടോ. 1 റിയാൽ സംതിങ് ഒക്കെ ഉള്ളൂ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്ത് കാണുമ്പോഴും നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോഴും ഒക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. വീഡിയോ എടുത്ത് എല്ലാവർക്കും കാണാമല്ലോ എന്ന് കരുതും. നല്ല ഭംഗിയില്ല എൻ്റെ കളർ നോക്കേ. അതൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഈ സമയത്ത് ശങ്കുരുക്കുട്ടനും മാഷേട്ടനും കുറേ പേനയും എന്തൊക്കെയോ നോക്കാനും സെലക്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവൻ എവിടെ പോയാലും, എപ്പോൾ നെസ്റ്റോയിലോ ലുലുവിലോ ഒക്കെ പോയാലും അവന് കുറേ ബുക്സിൻ്റെ സെക്ഷനിൽ ചെന്നിട്ട് കുറേ ബുക്സ് വാങ്ങിക്കൂട്ടുന്ന ഒരു വേലയാണ് ഇപ്പോൾ ശങ്കുരുക്കുട്ടനുള്ളത്. വലുതായ ശേഷം മാക്സിമം ബുക്കുകൾ നോക്കും. വിംബി കിഡോ അങ്ങനെ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ഞങ്ങളത് വാങ്ങിച്ചില്ല. പിന്നെ നാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് നാട്ടിൽ ഓർഡർ ചെയ്ത് വരുത്താമെന്ന് പറഞ്ഞു. ഈ ബുക്ക് അവന് വേണമെന്ന് പറയുക. പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് വാങ്ങിയില്ല. പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി.
എപ്പോഴും അങ്ങനെയാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ ബുക്കിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവൻ കുറേ ബുക്ക് വാരി കൂട്ടാറ് പതിവാണ്. പിന്നെ നാട്ടിൽ പോകുമ്പോഴും അത് തന്നെയാണ്. അവിടുന്ന് ഞങ്ങൾ പിന്നെ കുറേ എന്താ പറയുക ബാഗ് വാങ്ങാനായിട്ട് നോക്കുമായിരുന്നു. കാരണം ഞാൻ കുറേ നാളായി ഒരു ബാഗ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങണമെന്ന് കരുതിയിട്ട്. പിന്നെ ഇപ്പോഴാണത് വാങ്ങാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ കുറേ ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടമായോ? ഞാനതെടുത്ത് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായൊരു ബാഗാണ്. കുറേ ചെരുപ്പുണ്ടെങ്കിലും ചെറുക്കൻ ഒരുപാട് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുക. ചെരുപ്പില്ലെന്ന് പറഞ്ഞ് ചൂരി വേണ്ട ചെരുപ്പിടാൻ റെഡിയായി. അവൻ്റെ ചെരുപ്പൊക്കെ പെട്ടെന്ന് അങ്ങ് ചെറുതാവും. അപ്പോൾ അതുകൊണ്ടൊരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അവനെ കളിയാക്കിയതാണ് വെറുതെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ടാറ്റാ.